ഹലോ, ഇന്നൊരു അവധി ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ രാവിലെ ചായയൊക്കെ ഇട്ട് ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് കുറച്ച് പയ്യെ നമുക്കിന്ന് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ, എങ്ങും പോകണ്ട. അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ടു. ഇനി ആ ചായയൊക്കെ ഒന്ന് സമാധാനമായിട്ടിരുന്ന് കുടിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ മുറ്റം കുറേ തൂക്കാനുണ്ടായിരുന്നു. 2 ദിവസം പനിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് മുറ്റവും തൂക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുറ്റം തൂക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കരിയിലകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കരിയിലകളൊക്കെ നിറഞ്ഞ് കിടക്കുന്നതിൽ നിന്ന് തൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേറൊരു ലെവലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പാലപ്പമാണ്. അപ്പോൾ ഈസി പാലപ്പപ്പൊടി അത് ഞാൻ രാവിലെ കലക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1 മണിക്കൂർ കൊണ്ടൊക്കെ റെഡിയാകും. അപ്പോഴത്തേക്ക് അമ്പാടി എഴുന്നേറ്റിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് ബെഡൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വിരിച്ചിട്ടു. പിന്നെ നമുക്കിനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പം 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ അത് ശരിക്കും പൊങ്ങി വരും. അപ്പം നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാം. അപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ അപ്പം ഉണ്ടാക്കി. അമ്പാടിക്ക് അങ്ങനെ കറി വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകുന്നുണ്ട്. ഞങ്ങൾക്ക് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ എന്ത് സന്തോഷമല്ലേ. ഞാനിപ്പോൾ വിചാരിക്കുകയായിരുന്നു ഇങ്ങനെ എളുപ്പത്തിൽ ജോലി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമാണെന്നപ്പോൾ എന്ത് എളുപ്പമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഓരോന്ന് കഴുകിയൊക്കെ വെക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ സിങ്കൊക്കെ ഒന്ന് തുടച്ചു എല്ലാം ഒന്ന് കഴുകിയൊക്കെ ഇട്ടു. ഉച്ചക്കലത്തേക്ക് കിട്ടിയിരിക്കുന്ന കിളിമീനാണ്. പിന്നെ ഞാൻ അവനെ പോയി കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. മുടിയൊക്കെ ചീകി പൗഡറൊക്കെ ഇട്ട്. ഇനി പുള്ളീനെ നമുക്ക് കിട്ടില്ല. പുള്ളിയുടെ കൂട്ടുകാരുടെ കൂടെ അങ്ങ് പോകും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വേണം നമുക്കിനി ഉച്ചക്കലത്തേക്കുള്ള പരിപാടികൾ തുടങ്ങാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.